കാണാൻ വേണ്ടി പോവാണ്. ഒരു അതിമനോഹരമായ ഒരു വില്ലേജിൻ്റെ കാഴ്ചകൾ നമുക്കൊന്ന് പോയി കണ്ടു നോക്കാം. അപ്പോൾ ഈ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. എൻ്റെ പിറയിൽ കാണുന്ന ബോട്ടിലാണ് നമ്മൾ ആ വില്ലേജിലേക്ക് പോകുന്നത്. വില്ലേജിൻ്റെ കാഴ്ചകൾ അവിടെ പോയിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മുടെ ബോട്ട് ഈ ഒരു പേരിൽ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു. ഇതൊരു വലിയ ബോട്ടാണ്. ഇതിൽ കുറേ പാസഞ്ചേഴ്സ് ഉണ്ട്, കണ്ടില്ലേ? പക്ഷേ ഇവരെല്ലാം ആ വില്ലേജിലേക്ക് പോകുന്നവരല്ല. എനിക്ക് തോന്നുന്നത് ആ വില്ലേജിലേക്ക് പോകുന്ന ഒരാൾ ഞാൻ മാത്രമേ ഈ ബോട്ടിലുണ്ടാവും എന്നാണ്. അതാ ദൂരെ കാണുന്നില്ലേ, ഈ ഒരു വില്ലേജിലാണ് നമ്മൾ ഇന്ന് താമസിക്കാൻ പോകുന്നത്. ഇതിലെ വീണ്ടും കുറേ നടക്കാനുണ്ട് കേട്ടോ. ഇതുണ്ടോ, ആ പാലമൊക്കെ കഴിഞ്ഞിട്ട് ഇതേപോലെ ഇങ്ങനെ നടക്കാനുണ്ട് കുറേ. ഇതിലേ വേണം നടന്നിട്ട് അവിടെ എത്താൻ. ഇതിലൊക്കെ വലിയ വലിയ മീനുണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഞാൻ നടക്കുമ്പോൾ ഭയങ്കര ശബ്ദം കേൾക്കുന്നുണ്ട്, വെള്ളത്തിലേക്ക് മുങ്ങിപ്പോകുന്നത് കണ്ടോ. അവിടെ കുറച്ചുകൂടെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വീതി കൂടിയ ഒരു ചെറിയ ഒരു ബ്രിഡ്ജ് അവരുണ്ടാക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇത് കണ്ടോ, ഇവിടെ വരെ ആയിട്ടേ ഉള്ളൂ. ഇനിയും കുറച്ചുകൂടെ ജോലി ബാക്കിയുണ്ട്. ഇത് കഴിഞ്ഞില്ലേ? ഇതിപ്പോൾ ഇതാ ഈ ഒരു പാത, ഈ ഒരു വരമ്പിലൂടെ നടന്നു വന്നതിന് ശേഷം വീണ്ടും ഇവിടെ ഒരു ചെറിയ പാലമുണ്ട്. ഈ പാലം കൂടെ കടന്നിട്ട് വേണം അപ്പുറത്തെത്താൻ. മഴക്കാലത്ത് ഇവിടെ എന്തായിരിക്കും സ്ഥിതി എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. മഴക്കാലത്ത് എന്തായാലും ഇവിടെ വെള്ളം കയറും, ഉറപ്പാ. ഇപ്പോൾ നല്ല വേനൽ, നല്ല ചൂട് സമയമല്ലേ. ഇതുണ്ടോ, ഏകദേശം നമുക്ക് എത്തേണ്ട സ്ഥലം എത്തി. അപ്പം നമ്മളിവിടെ എത്തി. റൂമൊക്കെ ഞാൻ കാണിച്ചു തരാം. അതിനിടയ്ക്ക് എൻ്റെ ഫ്രണ്ടിനെ പരിചയപ്പെടണ്ടേ നമുക്ക്. ഇതാണ് വത്തന. കുറേ വർഷങ്ങളായിട്ടുള്ള എൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ടാണ്. ഒരു യഥാർത്ഥ കർഷകനാണ് ഇദ്ദേഹം. അപ്പോൾ ഇയാൾക്ക് ഇന്ന് തിരിച്ചു പോകാനുള്ളതുകൊണ്ട് അയാളിപ്പോൾ തിരിച്ചു പോകും. പിന്നെ ഞാൻ ഈ വെള്ളക്കെട്ടിനകത്ത് ഇന്ന് ഒരു രാത്രി ഇന്ന് കഴിഞ്ഞിട്ട് നാളെ രാവിലെ ഞാനും തിരിച്ചു പോകും. അപ്പോൾ നമുക്ക് ഇവിടുത്തെ കാഴ്ചകളൊക്കെ കാണാം. കുറച്ച് കഴിയട്ടെ. ഇപ്പം നല്ല ഉച്ച സമയമാണ്, വെയിലാണ്. ഇപ്പം ഞാൻ ഷൂട്ട് ചെയ്യാൻ പോകുന്നില്ല വീഡിയോസ്. വൈകുന്നേരം 4 മണിക്ക് ശേഷം ഷൂട്ട് ചെയ്തിട്ട് ഇന്ന് രാത്രി തന്നെ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ വീഡിയോ. പിന്നെ വേറൊരു കാര്യം, ഞാൻ ഇന്നലെ ഒരു ഷോർട്ട് വീഡിയോ അപ്ലോഡ് ചെയ്തിരുന്നു. അതായത് ബാങ്കോക്കിൽ എൻ്റെ ഒരു അപ്പാർട്ട്മെൻറ്റിനെ കുറിച്ച്. ആ അപ്പാർട്ട്മെൻറ്റ് എൻ്റേതല്ല, അത് എനിക്ക് അത്രയും വേണ്ടപ്പെട്ട ഒരാളുടേതാണ് അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അത് റെൻറ്റിന് കൊടുക്കുന്നതും ഇതൊക്കെ ചെയ്യുന്നത് ഞാനായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ വീഡിയോ, ഞാൻ ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ വീഡിയോ ഞാൻ ഈ വീഡിയോയിൽ എനിക്ക് അഥവാ ലെങ്ത്ത് കൂടുന്നില്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. അല്ലെങ്കിൽ ഞാനൊരു മറ്റേതെങ്കിലും വീഡിയോയിൽ ഞാൻ ആ അപ്പാർട്ട്മെൻറ്റ് കാണിച്ചു തരാം. അതിനായിട്ടൊരു എപ്പിസോഡൊന്നും ഞാൻ ചെയ്യൂല. കുറച്ച് ആ അപ്പാർട്ട്മെൻറ്റിൻ്റെ കുറച്ച് ഭാഗങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു രൂപം ഉണ്ടാവും. അപ്പോൾ എൻ്റെ ഫ്രണ്ട് വത്തനക്ക് പോകാനുള്ള സമയമായി. അദ്ദേഹത്തിന് നാളെ രാവിലെ വളരെ അത്യാവശ്യമായിട്ട് കുറച്ച് ജോലി ഉള്ളതുകൊണ്ട് അദ്ദേഹം എൻ്റെ കൂടെ ഇവിടെ ഇന്ന് താമസിക്കുന്നില്ല. അപ്പോൾ ഇതാണ് വത്തനയുടെ വണ്ടി. ഇതിലാണ് ഞങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, ഇതൊരു ടൊയോട്ടയുടെ ഒരു 4 വീൽ വണ്ടിയാണ്. ഇവിടെ മറ്റേ ഹൈലക്സ് ഇല്ലേ, വിഗോ, അതാണ്. അദ്ദേഹം ഇപ്പോൾ പുതിയതായിട്ട് ഇറക്കിയതാണ്. ഞങ്ങൾ നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, കുറേ വർഷങ്ങളായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പാണ്. കൃഷി മൂലം ഞങ്ങൾ നല്ല സൗഹൃദത്തിലായതാണ്. അദ്ദേഹത്തിന് നല്ല ഒരുപാട് കൃഷികളുണ്ട്. അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് യാത്ര പറഞ്ഞു. ഇനി നമുക്ക് അടുത്ത കാഴ്ചകൾ കാണാം. ഓക്കെ വത്തന, ബൈ ബൈ. ഇതിൻ്റെ ഈ റോഡ് സൈഡിൽ ഇത് റോഡാണ്. നമ്മൾ താമസിക്കുന്നത് അതോ അങ്ങ് അകലെ കാണുന്ന ആ വില്ലേജിലാണ്. ഇവിടെ കുറച്ച് കടകളൊക്കെ ഉണ്ട്. നമുക്ക് എന്തെങ്കിലും അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങാൻ പറ്റും. പിന്നെ ഇവിടെ ഒരു ഇത് കണ്ടില്ലേ, ഒരു പെട്രോൾ അടിക്കാനുള്ള ഒരു ചെറിയ പെട്രോൾ സ്റ്റേഷൻ, അതായത് ഒരു ക്യാബിൻ. ഇതിൽ നമുക്ക് പെട്രോൾ ഡീസലും കിട്ടും. പിന്നെ ഇവിടെ വരുമ്പോൾ ഇവിടെ ഒരു ഷോപ്പുണ്ട്, ഒരു ചെറിയൊരു മിനി മാർട്ട്. നമുക്ക് അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ ഇവിടെ കിട്ടും. കൂൾ ഡ്രിങ്ക്സും എല്ലാം ഉണ്ട് ഇവിടെ.
ഇതൊക്കെ നമുക്ക് ഇവിടെ കിട്ടും. ഈ ഷോപ്പിൽ എല്ലാ സാധനങ്ങളും വളരെ വൃത്തിയായിട്ട് നല്ല അടുക്കും ചിട്ടയോടുകൂടി നല്ല എല്ലാ സാധനങ്ങളും ഇങ്ങനെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട്. നല്ല രസമില്ലേ കാണാൻ? ചെറിയൊരു ഷോപ്പ്. അവിടെ കണ്ടോ, ഈ ഷോപ്പിനൊരു പേരുണ്ട്, തായിലാണ് എഴുതിയിരിക്കുന്നത്. ഇവരാണ് ഈ ഷോപ്പിന്റെ, ഈ മിനി മാർട്ടിന്റെ ഓണർ. ഇവിടെ അത്യാവശ്യം നമുക്ക് എല്ലാ സാധനങ്ങളും ഇവിടെ കിട്ടും. ഇവിടെ വന്നിട്ട് നമുക്ക് ആവശ്യമുള്ള നിത്യോപയോഗ സാധനങ്ങളൊന്നും കിട്ടാണ്ട് ബുദ്ധിമുട്ടി പോവൊന്നും ചെയ്യില്ല. ഞാൻ ഈ ഷോപ്പിന്റെ ഓണറായിട്ട് കുറേ സമയം ഇങ്ങനെ ഇരുന്നിട്ട് സംസാരിച്ചുകൊണ്ടേയിരുന്നു. അവർക്ക് 64 വയസ്സായി. അവർ ഇവിടെ ഈ ഷോപ്പ് കുറേ വർഷങ്ങളായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്നതാണ്. ഇവിടെയൊക്കെ കണ്ടോ, കണ്ടൽക്കാടുകളാണ്. അവിടെ കുറച്ച് ദൂരമായിട്ട് നമുക്കൊരു റെസ്റ്റോറൻറ്റ് കാണാൻ പറ്റും. കണ്ടോ, ഇവിടെ ഇങ്ങോട്ടേക്ക് വരുമ്പോൾ അതിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇത് കണ്ടോ, മുളയും മറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട്, സ്റ്റീലും ഉപയോഗിച്ചിട്ടുണ്ട് കുറച്ച്. ഇവിടെ ഒരു റെസ്റ്റോറൻറ്റ്, നല്ല വിശാലമായ റെസ്റ്റോറൻറ്റ്. ഇത്രയും ആൾക്കാർ ഇവിടെ വന്ന് ഫുഡ് കഴിക്കുമോ? കോഫി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ലോക്കൽ ഫുഡായിരിക്കും. വൈകുന്നേരം ഈ വില്ലേജിലുള്ള ആൾക്കാരൊക്കെ വന്ന് ഫുഡ് കഴിക്കുന്ന സ്ഥലമായിരിക്കും. അതുകൊണ്ടാണ് ഇത്രയും അധികം സീറ്റ്. കണ്ടില്ലേ, നല്ല വലുപ്പമുണ്ട്. ഈ ഭാഗത്ത് ഇതുണ്ടോ, ഇങ്ങോട്ട് ഇവിടെ ഇരിക്കാൻ നല്ല കുറേ സൗകര്യങ്ങൾ. ഇവിടെ ഒരു വാഷ് ബേസിൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് നോക്കുമ്പോൾ നോക്ക്, ഈ വെള്ളത്തിലാണ് ഇത് പണിതിട്ടുള്ളത്. ഇതുണ്ടല്ലേ, ഈ വെള്ളക്കെട്ടിനകത്താണ് ഇത് പണിത് വെച്ചിട്ടുള്ളത്. കണ്ടോ, ഇവിടെ കുറെ ലോക്കൽസ് ഒക്കെ ഇരിക്കുന്നുണ്ട്. My name is On. My name is On. Okay. അപ്പോൾ ഇവിടെ കണ്ടില്ലേ, എനിക്ക് നമ്മുടെ വീഡിയോക്ക് വേണ്ടി ഇവിടെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്ന കുറച്ച് ആൾക്കാർ നമുക്ക് വേണ്ടി പോസ് ചെയ്യാണ്. കണ്ടില്ലേ, എത്ര നല്ല ആൾക്കാരാണ് ഇവിടെ ഉള്ളത്. നോക്കൂ, കണ്ടോ, ഇവിടെ വേറെ ഒരാൾ നമ്മളോട് ഹായ് പറയുന്നുണ്ട്. ഓക്കെ, താങ്ക് യു. ഇവിടെ അടിച്ചു പൊളിക്കാൻ വേണ്ടി വന്നതാണ്. ഇപ്പോൾ ഉച്ചഭക്ഷണം കഴിച്ചിട്ട് അവർ തന്നെ കുറെ സെൽഫി ഒക്കെ എടുത്തിട്ട്, കണ്ടില്ലേ, എന്നെ വിളിച്ചിട്ട് അവര് എന്നോട് അവരുടെ വീഡിയോ എടുക്കാൻ പറയുമായിരുന്നു. ഹലോ, ഹായ്, ഹലോ. നമ്മുടെ ആലപ്പുഴയിലൊക്കെ ഇങ്ങനെയുള്ള ബാക്ക് വാട്ടർ അവിടെയൊക്കെ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ പോയിട്ടില്ല. അവിടെ ഉണ്ടെന്നാണ് എൻ്റെ അറിവ്. അപ്പോൾ എന്തായാലും ഇവിടെ വന്നപ്പോൾ എനിക്ക് ശരിക്കും നമ്മളെ നാട്ടിലുള്ള ഒരു ഇതേപോലെയാണ് എനിക്ക് തോന്നുന്നത്. വെള്ളക്കെട്ടും ചെമ്മീൻ കെട്ടും, പിന്നെ പക്ഷെ ചുറ്റും ഇതേപോലെയുള്ള വെള്ളക്കെട്ടുകളാണ് നിറയെ. അതിൻ്റെ ഒരു ഭാഗത്താണ് നമ്മൾ ഹട്ടിൽ താമസിക്കുന്നത്. പക്ഷെ നിങ്ങളിവിടെ വന്നിട്ട് താമസിക്കാനുള്ള ശ്രമം നടത്തണ്ട. കാരണം ഒരുപാട് പൈസ ചിലവ് ചെയ്തിട്ട് ഒരു ദിവസത്തേക്ക് വരാൻ സമയവും എല്ലാം നഷ്ടമായിരിക്കും. അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോസ് കാണുക. നമുക്ക് പോകാൻ പറ്റിയ വേറെ ഐലൻഡുകളൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. പിന്നെ ഇന്നലെ ഒരാൾ എൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞ ഒരു കാര്യമുണ്ട്. നിൻ്റെ ചാനലിൽ ഇങ്ങനെയൊക്കെ കാണിക്കുന്നത് നിൻ്റെ ചാനലിൽ റീച്ച് കൂടാൻ വേണ്ടിയല്ലേ? അങ്ങനെയൊന്നുമല്ല. എൻ്റെ ചാനലിൽ ഞാൻ കാണിക്കുന്ന കണ്ടന്റ് കുറച്ച് വ്യത്യസ്തമായിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എനിക്കുണ്ട്. അതുകൊണ്ടാണ് ഞാൻ വ്യത്യസ്തമായ വിധത്തിലൂടെ യാത്ര ചെയ്തിട്ട് വ്യത്യസ്തമായ വീഡിയോസുകൾ അപ്ലോഡ് ചെയ്യുന്നത്. എല്ലാവരും ഒരേ തരത്തിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബോറടിക്കൂലേ കാണുമ്പോൾ? അപ്പോൾ നമ്മൾ ട്രാവൽ ഡേ നൈറ്റ് കുറച്ച് വ്യത്യസ്തമായിരിക്കണ്ടേ കാണിക്കുന്ന കാഴ്ചകൾ. അതുകൊണ്ടാണ് ഞാൻ എന്നാൽ കഴിയുന്ന ഇതേപോലെയുള്ള വ്യത്യസ്തമായ കാഴ്ചകൾ നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കുന്നത്. എനിക്ക് എൻ്റെ ഡിന്നറാണിത് വരുന്നത്. കണ്ടില്ലേ എന്തൊക്കെയുള്ള 2 വലിയ ഞണ്ട്, കല്ലുമക്കായ, പിന്നെ പ്രോൺസൊക്കെ ഇട്ട നൂഡില്, പിന്നെ ടോമിയം സൂപ്പ്. കണ്ടില്ലേ എന്ത് സന്തോഷത്തിലാണ് 2 പേരും കൂടെ എനിക്ക് വേണ്ടി കൊണ്ടുവരാ. ഇത് നോക്ക്, ഒരു പാത്രം നിറയെ ചോറ്. ഇതൊക്കെ ആര് കഴിക്കാനാ ഇത്രയധികം? പിന്നെ കുറേ സീ ഫുഡ്, കല്ലുമക്കായ, ഞണ്ട്,
ഓ അടിപൊളി. ഇത് നമ്മളിവിടെ ഈ ഹട്ട് ഇത് നമ്മൾ ഈ ഹോം സ്റ്റേ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് ഫ്രീ ആണ്. ഇതിന് ഈ ഹട്ടിന് ഞാൻ പേ ചെയ്യുന്നത് ഇന്ന് ഒരു ദിവസത്തേക്ക് വെറും 600 ബാത്ത് മാത്രമേ ഉള്ളൂ. ഈ ഫുഡ് തന്നെ എത്രക്ക് ഉണ്ടെന്ന് അറിയോ? ഇത് നമ്മൾ പുറത്തൊരു റെസ്റ്റോറൻറ്റിൽ പോയിട്ട് കഴിക്കുകയാണെങ്കിൽ കണ്ടില്ലേ എന്താണല്ലേ, അടിപൊളിയല്ലേ. ഞാനവിടെ ദൂരെയായിട്ട് എന്തോ ഒരു ജീവി ആ വെള്ളത്തിൽ ഇങ്ങനെ നീന്തുന്നത് കാണുന്നുണ്ട്. പക്ഷേ അതെന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. നിങ്ങൾ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതിലും കൂടുതൽ എനിക്ക് ക്യാമറേനെ സൂം ചെയ്യാൻ പറ്റില്ല. ഞാൻ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നോക്കട്ടെ. ഇപ്പം നിങ്ങൾ കാണുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നു. ഇത് ക്രൊക്കോഡൈലിൻ്റെ ചെറിയ കുട്ടിയാണോ അതോ വേറെ എന്തെങ്കിലും ഉടുമ്പ് വലുതായതാണോ? ഒന്നും മനസ്സിലാകുന്നില്ല. എനിക്ക് തോന്നുന്നത് മുതലയുടെ കുഞ്ഞാണെന്നാണ്. കണ്ടില്ലേ? കണ്ടോ അത് നീന്തി പോകുന്നത്? അത് കരയിലേക്ക് കയറുകയാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റുമായിരുന്നു. നമ്മളിനി ഈ ചെറിയൊരു തോണിയില്ലേ, ഇതുണ്ടോ, ഈ തോണിയിൽ കയറിയിട്ട് കുറച്ച് ദൂരം ഈ കായലിലൂടെ, അതായത് ഈ വെള്ളക്കെട്ടിലൂടെ യാത്ര ചെയ്യാൻ പോവാണ്. അദ്ദേഹം അവിടെ ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമുക്കിനി ഇതിൽ കയറിയിട്ട് കുറച്ച് കാഴ്ചകൾ കാണാം. അങ്ങനെ നമ്മൾ ഈ ചെറിയ തോണിയിൽ, ഒരു പച്ച കളർ തോണി, നല്ല കളറ്, അതിൽ കയറിയിട്ട് ഇത് കണ്ടില്ലേ, നമ്മൾ ഇങ്ങനെ ട്രാവൽ ഡേ നൈറ്റ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ വെള്ളക്കെട്ടിലൂടെ. അതിമനോഹരമായ കാഴ്ച എന്നല്ലാതെ വേറെന്ത് പറയാനാ. നിങ്ങൾ ഞാൻ കാണിച്ചു തരാം. ഇതുണ്ടോ, ഈ വീട്ടിൽ ഇവിടെയുള്ള ഒരു ലോക്കൽ ഫാമിലി താമസിക്കുകയാണ്. അവർക്കിവിടെ ചെമ്മീൻ കെട്ടും അങ്ങനെയുള്ള ബിസിനസ്സൊക്കെയാണ് അവർ ചെയ്യുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അവിടെ കാണുന്ന ആ വീടും ഇവിടെ ഒരു ലോക്കൽ ഫാമിലി താമസിക്കുന്ന വീടാണ്. അത് റെൻറ്റിന് കൊടുക്കുന്നതല്ല. ഇഷ്ടമാണെങ്കിൽ കമൻ്റ് ചെയ്യാൻ മറക്കരുതേ. ഇത് നോക്ക്, ഇതൊക്കെ ലോക്കൽ ഫാമിലി താമസിക്കുന്ന വീടുകളാണ്. ഇവിടെയും ഒരു ലോക്കൽ ഫാമിലി താമസിക്കുന്നുണ്ട്. ഇത് കണ്ടോ, നമ്മളിനി ഇതിൻ്റെ ഉള്ളിലേക്കാണ് പോകുന്നത്. ഇത് നോക്ക്, അയ്യോ ഇതിലെ പോകുന്നുണ്ടല്ലോ. ഓ മൈ ഗോഡ്. ഓക്കെ ഹലോ. എന്ത് രസമുള്ള കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അവിടെ അതാ സൂര്യൻ നമ്മളെടുത്ത് ബൈ ബൈ പറയാൻ വേണ്ടി ഇരിക്കുകയാണ്. ഇവിടെയൊന്നും നമ്മുടെ മലയാളി എന്നല്ല, ഇന്ത്യയിലുള്ള ആരും വന്നിട്ട് വീഡിയോസ് ചെയ്യാത്ത ഒരു സ്ഥലമാണ് ഇതൊക്കെ. ഇനി ഏതെങ്കിലും ഫോറിനേഴ്സ് വന്നിട്ട് ഇവിടെ വീഡിയോസ് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ ഇവിടെ എത്തിപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതാണ് മെയിൻ പ്രശ്നം. ഇന്ന് താരം ഇവനാണ്, കണ്ടോ. ആഹാ, നമ്മുടെ ഐലൻഡിലുള്ള കുറച്ച് വീഡിയോസ്, 2-3 വീഡിയോസ് വരാൻ ബാക്കിയുണ്ട് കേട്ടോ. പക്ഷേ ഈ വീഡിയോ ഞാൻ പെട്ടെന്ന് തന്നെ ചൂടോടെ ഞാൻ കണ്ട കാഴ്ച പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് അപ്ലോഡ് ചെയ്യാണ്. എൻ്റെ ഹാർഡ് ഡിസ്ക് ഞാൻ വരുമ്പോൾ അവിടുന്ന് ആ ഐലൻഡിൽ വെച്ച് മറന്നു, നമ്മുടെ ജിപ്സി വില്ലേജിൽ. അപ്പോൾ നമ്മുടെ ഇസബലില്ലേ, നമ്മുടെ കഴിഞ്ഞ വീഡിയോയിലുണ്ടായിരുന്നത്, അവൾ വരുന്നുണ്ട് ബാങ്കോക്കിലേക്ക്. അപ്പോൾ ഹാർഡ് ഡിസ്ക് അവൾ ഇങ്ങോട്ടേക്ക് കൊണ്ടുവരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് ഹാർഡ് ഡിസ്ക് വന്നു കഴിഞ്ഞാൽ ഞാൻ ആ വീഡിയോസ് എഡിറ്റ് ചെയ്തിട്ട് ബാക്കി വീഡിയോസ് കൂടെ ഞാൻ പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെ ഒരു കാഴ്ച കിട്ടിയപ്പോൾ
ഇത് പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കാമെന്ന് കരുതി. ഇതേപോലെയൊക്കെയുള്ള കാഴ്ചകൾ നമുക്ക് ഇടയ്ക്കൊക്കെ കാണാം. ഇവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് നമുക്ക് പോകും, എല്ലാ സ്ഥലത്തും പോകും. തായ്ലൻഡ് കാണിച്ചിട്ടേ ഞാൻ അടങ്ങുള്ളൂ. എന്താണ് തായ്ലൻഡിൽ എന്തൊക്കെയുണ്ട്, എല്ലാ കാര്യങ്ങളും നിങ്ങളും കാണും. ഇദ്ദേഹമായിരുന്നു നമ്മളെ ഈ കാഴ്ചകളൊക്കെ കാണിക്കാൻ വേണ്ടി ഈ ചെറിയ തോണിയിൽ കൊണ്ടുപോയത്. ഈ ഒരു വില്ലേജിൽ നിന്നുള്ള സൺസെറ്റാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടില്ലേ, അതിമനോഹരമല്ലേ? പിന്നെ എവിടെ പോയി കഴിഞ്ഞാലും തായ്ലൻഡിൽ ഇതേപോലെ ഇഷ്ടം പോലെ പട്ടികളെ നമുക്ക് കാണാൻ പറ്റും. ഈ വില്ലേജിൽ താമസിക്കുന്ന ആൾക്കാർ അവിടെ കണ്ടില്ലേ, ചെറിയ കുട്ടികളൊക്കെ കൂട്ടിയിട്ട് പോകുന്നത് നല്ല അടിപൊളി കാഴ്ചയല്ലേ? എന്ത് രസമാണെന്ന് നോക്കുക. അവരെന്തൊക്കെയോ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് അവരുടെ വീട്ടിലേക്ക് പോവുകയാണ്. ഇവിടെ തായ്ലൻഡ് പോസ്റ്റ് എന്ന് എഴുതി വെച്ച ഒരു വലിയൊരു ബോർഡ് കാണാൻ പറ്റും. നമ്മൾ ഈ വെള്ളക്കെട്ടിൻ്റെ ഈ ചെറിയ ഈ കായലിൻ്റെ അരികിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ ഇവിടെ ഇതുണ്ടോ, ഇവിടെ ഒരു വീടുണ്ട്. ഇത് ഒരു ലോക്കൽ ഫാമിലി താമസിക്കുന്ന വീടാണ് ഇവിടുത്തെ. അത് കഴിഞ്ഞ് കുറച്ചുകൂടെ മുമ്പോട്ട് വരുമ്പോൾ ഇതാ ഇവിടെ വേറെ ഒരു വീട്. എല്ലാം കാലിൻ്റെ മുകളിലാണ്. കാരണം ഇവിടെ ഹൈ ടൈഡ് വെള്ളം കയറി കഴിഞ്ഞാൽ പ്രശ്നമല്ലേ, അതുകൊണ്ടാണ് ഈ വീടുകളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കിയിരിക്കുന്നത്. ഇവിടെ വലിയ വലിയ കുറേ ഭരണികൾ പോലെ, ഇത് കണ്ടോ, ഇതെന്തിനാണെന്നുള്ളത് മനസ്സിലാവുന്നില്ലല്ലോ. എന്തായിരിക്കും ഇതിൻ്റെ ഉദ്ദേശം ഇവരിത് ചെയ്തു വെച്ചിരിക്കുന്നത്? ഇവിടെ ഇങ്ങോട്ട് വേറൊരു ഭാഗത്തേക്ക് വന്നപ്പോൾ ഇതുണ്ടോ, അവിടെയും കുറേ ലോക്കൽ ഫാമിലി താമസിക്കുന്ന വീടുകളാണ് അതൊക്കെ. കുറച്ച് അങ്ങോട്ടേക്ക് നടന്ന് നോക്കാം എന്തൊക്കെ അവിടെ ഉള്ളതെന്ന് കാണാം. ഇവിടെ ഇത് കണ്ടോ, ഒരു വലിയ വീലൊക്കെ പിടിപ്പിച്ച് വെച്ചിട്ട് കയറൊക്കെ കെട്ടിയിട്ട്, ഇത് ഷട്ടറാണ്. ഇവർക്ക് വെള്ളം പുറത്തേക്ക് ഒഴിവാക്കാനുള്ള, അതായത് പുറത്തേക്ക് ഒഴുക്കി വിടാനോ, ഇനി വെള്ളം ഇവർക്ക് ഇങ്ങോട്ടേക്ക് വേണമെങ്കിൽ ഈ ഷട്ടർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവർക്ക് വെള്ളം ഇതിനകത്തേക്ക് വരികയും ചെയ്യും. നല്ലൊരു സിസ്റ്റം അല്ലേ? ഇത് കണ്ടോ, ഇവിടെ ഇതാ ഇപ്പോൾ ഇവർ ഷട്ടർ ഓപ്പൺ ചെയ്ത് വെച്ചിരിക്കുക. ഈ വെള്ളക്കെട്ടിൽ ഉള്ള കൂടുതലായിട്ടുള്ള വെള്ളം ഇപ്പോൾ ഇവർ ഇതാ ഇങ്ങോട്ടേക്ക് കണ്ടോ ഇതിലേക്ക് ഒഴുക്കി വിടുകയാണ്. ഇത് കണ്ടോ, ഇവിടെ ഒരു കായക്ക്. ഇത് ഇവർക്ക് ഈ വെള്ളക്കെട്ടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകാനുള്ള ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. ഈ ചെറിയ പാലത്തിലൂടെ നമ്മൾ നടന്നിട്ട് അക്കരയ്ക്ക് പോകാം. ട്രാവൽ ഡേ നൈറ്റ് എല്ലാ സ്ഥലങ്ങളും പോകും. ഒന്നും വിട്ടുകളയാൻ പാടില്ല, എല്ലാം കാണണം. എന്തൊക്കെയാണ് തായ്ലൻഡിലുള്ളത് എന്നുള്ളത് നമുക്ക് കാണണ്ടേ? ഞാൻ കാണുന്ന കാഴ്ച അതിമനോഹരം. നിങ്ങൾക്ക് എന്താണ് തോന്നുന്നതെന്ന് എനിക്കറിയില്ല. മൊത്തം ബാമ്പുമാണ്. അതിൽ ഒരു തായ് ഭാഷയിലാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൻ്റെ തൊട്ടടുത്ത് കണ്ട പനയോല വെച്ചിട്ട് മരത്തടി കൊണ്ടുണ്ടാക്കിയ ഒരു ഹോം സ്റ്റേ. അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഒരു ഹോം സ്റ്റേ. അതിൻ്റെ തൊട്ടടുത്ത് വേറെ ഒരു ഹോം സ്റ്റേ. ഇവിടെ ഒരു ഹോം സ്റ്റേ. പിന്നെ അതാ അങ്ങോട്ട് കുറച്ചുകൂടെ മുമ്പോട്ട് നടക്കുമ്പോൾ വീണ്ടും ഹോം സ്റ്റേ ഉണ്ട്. ഇവിടെ നല്ലൊരു മരമുണ്ട്. ഈ മരത്തിന് ചുവട്ടിൽ എനിക്ക് തോന്നുന്നത് ഇവർ വൈകുന്നേരങ്ങളിലൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെറിയ ടേബിളൊക്കെ വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഇതാ ഒരു ചെറിയൊരു തോണി നീല കളറിൽ. വാവ്, ഇത്രയും നല്ല രസമുള്ള ഒരു സ്ഥലത്ത് വന്നിട്ട് പിന്നെ ഇങ്ങനെ ഹമ്മോക്കൊക്കെ കാണുമ്പോൾ അതിലൊന്ന് ആടി നോക്കണ്ടേ അല്ലേ? അല്ലെങ്കിൽ ഇവിടെയുള്ള ആൾക്കാരെന്ത് വിചാരിക്കും? അടിപൊളി നല്ല തണുത്ത കാറ്റും കൊണ്ട് ഈ സൂര്യാസ്തമനത്തിൽ ഇവിടെ ഇങ്ങനെ ഈ ഹമ്മോക്കിൽ ഇങ്ങനെ ആടാൻ എന്ത് രസമാണെന്നറിയോ? ഒന്നും പറയാനില്ല. നിങ്ങൾ വരികയാണെങ്കിൽ വാ ഇവിടെ. പക്ഷേ ഞാനിവിടെ റെക്കമെൻഡ് ചെയ്യുന്നില്ല. നമുക്ക് വേറെ നല്ല ഐലൻഡുകളൊക്കെ ഞാൻ വേറെ കാണിച്ചു തരാം. ഇവിടെ വരാൻ ബുദ്ധിമുട്ടാണ്. ഇത് കണ്ടോ,
ഇത് เก่งอ่ะเนี่ยถือว่าเก่งนะ ഇത് ഇവരിവിടെ വളർത്തുന്നതാണ് ഈ വെള്ളക്കെട്ടിനകത്ത്. ഇത് കണ്ടില്ലേ, เก่งนะได้งมได้ขนาดเนี้ย കക്കയുടെ വേറൊരു രൂപം. ഇത് കണ്ടോ, അദ്ദേഹം ഇപ്പോൾ ഇവിടെ ഞണ്ടും ചെമ്മീനും പിടിച്ചുകൊണ്ടിരിക്കുക. അതിൽ ചെറിയൊരു തോണിയിലിരുന്നിട്ട് എന്തൊക്കെയാണ് പിടിച്ചിട്ട് വരുന്നതെന്ന് നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം, നോക്കാം. นี่คือปลา ആ തോണിയിൽ നിന്ന് പിടിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വലിച്ചെറിഞ്ഞതാണ് എനിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. ഇദ്ദേഹമാണ് ഇപ്പോൾ ഈ കായലിൽ നിന്നും കരയിലേക്ക് വന്ന കക്ഷി. ഇത് കണ്ടോ, ഇതേപോലെയുള്ള നെറ്റ് കൊണ്ടുള്ള ചെറിയ ചെറിയ കൂടുകൾ. ഈ കൂടുകൾ ഇവർ ഇതിൽ ഈ വെള്ളത്തിലേക്ക് ഇറക്കി വെച്ചതിന് ശേഷം ഇത് കണ്ടോ, ไม่อันนี้ของผู้ใหญ่ ഇങ്ങനെയാണ് ഇവർ ഇതിനെ പിടിച്ചെടുക്കുന്നത്. นี่จะแมงดา വാവ്, ഇത് പക്ഷേ നമ്മൾ കഴിക്കുന്ന ഒരു ഐറ്റം, ഇത് വേറെ എന്തോ ഒരു ഐറ്റം സാധനമാണ്. ഇത് കണ്ടോ, ഇതെന്താണെന്ന് അറിയാവുന്നവർ എനിക്ക് കമൻറ്റ് ചെയ്യുക. ഞാനിതുവരെ കഴിച്ചിട്ടില്ല, പക്ഷേ ഇവർ ഇതിൽ വളർത്തിയിട്ട് മാർക്കറ്റിലേക്കൊക്കെ കൊടുക്കുന്നുണ്ട്. നല്ല പ്രൈസും കിട്ടുന്നുണ്ട് അത്രേ. കണ്ടോ രാത്രി കാഴ്ചകൾ ഈ വില്ലേജിൻ്റെ. വാവ്, അതിസുന്ദരം, വളരെ കാമൻ ക്വയറ്റ്. ആരുമില്ല പുറത്ത്, ഞാൻ മാത്രം ഇങ്ങനെ ഒറ്റയ്ക്ക് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. ഇതിലാണ് നമ്മൾ നടന്നു വരുന്നത് ഇങ്ങോട്ടേക്ക്. ഇത് രാത്രി കാഴ്ചയാണ്. ഞാൻ താമസിക്കുന്ന സ്ഥലത്തേക്ക്. ഇതുണ്ട, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. ഇതിനുള്ളിലാണ് ഞാനിന്ന് കിടന്നുറങ്ങാൻ പോകുന്നത്. ഫുള്ള് മസ്കിറ്റോ നെറ്റൊക്കെ ഇട്ടിട്ട് രസമില്ലേ കാണാൻ. എൻ്റെ ബാൽക്കണിയിൽ നിന്ന് നോക്കുമ്പോൾ, അതായത് പുറത്തിരുന്നിട്ട് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ചെയ്ത് പുറത്തേക്ക് നോക്കുമ്പോൾ കണ്ടില്ലേ രാത്രി കാഴ്ച, എന്ത് രസമാണെന്നറിയോ. ഇന്നത്തെ എൻ്റെ ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.